ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര. ശ്രീമയ്ക്ക് ശരിക്കും ടെൻഷനുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ പഞ്ചിങ് ആയതുകൊണ്ട് കലാശി പാളയത്തിലെ ട്രാവൽ ഏജൻസിയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കി വിട്ടുകൊണ്ട് കാവേരിയും ജാൻസി അതേ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോയിരുന്നു. ബസ്സിൽ കയറി മുന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിൽ ഇടതുവശത്തെ വിൻഡോ സീറ്റായിരുന്നു ശ്രീമയ്ക്ക് കിട്ടിയത്. കണ്ണാ കാത്തോളനേടാ, അറിയാലോ ഒറ്റയ്ക്ക ഞാൻ, കൂടെ ഉണ്ടാവണം കേട്ടോ. ഏതെങ്കിലും ഒരു ചേച്ചി അടുത്തുകൊണ്ട് ഇരുത്തി തരണേ, ആണുങ്ങൾ ആരെയും കൊണ്ട് ഇരുത്തല്ലേ കണ്ണാ. ശ്രീമയി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ കാവേരി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൂടെ അടുത്ത സീറ്റിൽ ഇരുന്ന ആൾ മോശമായി കാവേരിയോട് പെരുമാറിയെന്നും അവൾ എഴുന്നേറ്റ് അയാളെ പഞ്ഞിക്കിട്ടവും പറഞ്ഞ ശ്രീമയി ഓർത്തു. എൻ്റെ കണ്ണ, അറിയാലോ അവൾക്ക് നല്ല സാമർഥ്യമുണ്ട്. അതുപോലെയാണോ ഞാൻ? ഒരാളെന്നെ തുറിച്ചു നോക്കിയാൽ ഞാൻ ചിലപ്പോൾ 1-2 നടത്തിക്കളയും. ദേ ചുമ്മാ പണി തരല്ലേ കണ്ണാ. കൈകൾ കൂപ്പി ശ്രീമയി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഹലോ, വിൻഡോ സീറ്റ് എൻ്റെതാ. സീറ്റിൽ പതിയെ തട്ടിക്കൊണ്ട് ആരോ പറഞ്ഞു കേട്ട് ശ്രീമയി കണ്ണുകൾ മേലെ തുറന്നു. ടാ കണ്ണ, നീ ചതിയനാണല്ലേ, സ്പോട്ടിൽ പണിയൊന്നും അല്ലേ? ശ്രീമയി ഉള്ളിൽ പറഞ്ഞു. അതെ, എന്താ ഇങ്ങനെ കുന്നപിഴിഞ്ഞ പോലെ ഇരിക്കുന്നു? പറഞ്ഞു കേട്ടില്ലേ, വിൻഡോ സീറ്റ് എൻ്റെതാന്ന്. 26-27 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ശ്രീമയിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശ്രീമയി അയാളെ നോക്കി വാ വിളിച്ചു. ഒന്നുമില്ല, അവിടെ ഇരുന്നോ, ഞാനിപ്പുറത്തിരുന്നോളാം, അവൻ പറഞ്ഞു. ഈ സമയം ശ്രീമയുടെ മൊബൈൽ റിങ് ചെയ്തു. ശ്രീമയി ഒന്ന് ഞെട്ടി, പിന്നെ വേഗം ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തു. കാവു കോളിംഗ്. എന്തേടി ബസ് പോയോ? അപ്പുറം കാവേരിയുടെ ശബ്ദം. പണി പാളി, കണ്ണൻ ചതിച്ചുടി. ശബ്ദം താഴ്ത്തി ശ്രീമയി പറഞ്ഞു. കണ്ണനോ? അതാരാ? നിന്റെ അമ്മായിപ്പൻ. ഇത്തവണ ശ്രീമയുടെ ശബ്ദം അല്പം ഉയർന്നു. ശബ്ദം കേട്ട് ചെറുപ്പക്കാരൻ തലയിരിച്ച് ശ്രീമയെ നോക്കി. നിനക്കെന്താ ഭ്രാന്തായോ? വാട്സാപ്പിൽ വാടി തിണ്ടി. അതും പറഞ്ഞ് ശ്രീമയി കോള് കട്ട് ചെയ്തു. എന്തേടി? അവർ 3 പേര് മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ കാവേരിയുടെ മെസ്സേജ്. പണി പാളിയെന്ന് ശ്രീമയി റിപ്ലൈ കൊടുത്തു. കാര്യം തെളിച്ചു പറയണേ, നീ അടുത്തൊരു ചെക്കനാടി. ആടി പൊളി. എങ്ങനെയുണ്ട്? കാണാൻ ചുള്ളനാണോ? മെസ്സേജ് ജാൻസിയുടെ ആയിരുന്നു. തുഷ്ടേ, എങ്ങനെയുണ്ടെന്ന് പറവണ്ണേ, അറിയാനൊരു കൊതി. ഈ രാത്രി ഒറ്റക്ക് അത്രയും ദൂരം നിങ്ങൾ രണ്ടാളും കൂടി. ആലോചിക്കുമ്പോൾ തന്നെ ഒരു കുളിര്. ഇത്തവണ ജാൻസിയുടെ മറുപടി മെസ്സേജിൽ ശരിയായിരുന്നു. പൊടിപ്പുല്ലേ. ശ്രീമയി റിപ്ലൈ കൊടുത്തു. നീ ടെൻഷൻ അടിക്കാതെ അവനെ നോക്ക്, എങ്ങനെയുണ്ടോന്ന്. വാശപ്പശക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കാവേരി മെസ്സേജ് ചെയ്തു. ശ്രീമയി മെല്ലെ കഴുത്തിരിച്ച് അവനെ നോക്കി. പേടിയുണ്ടല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ശ്രീമയെ നോക്കി ചോദിച്ചു കേട്ട് അവളെ ഞെട്ടി. ഗ്രൂപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് ചെയ്യാം. ഇവനാൾ കോഴിയാണെന്ന് തോന്നുന്നു. ഞാൻ മെസ്സേജ് ഇടാമേ, ബസ് എടുക്കുന്നു. ശ്രീമയി റിപ്ലൈ കൊടുത്തു. പാവത്തിനൽപ്പം തവിടും പിണ്ണാക്കിട്ട് കൊടുത്തേക്ക്. പൊട്ടിച്ചിരിക്കുന്ന സ്മൈൽ ഇട്ടുകൊണ്ട് ജാൻസി മെസ്സേജ് ഇട്ടു. ഹാപ്പി ജേർണിടി. ഒന്നും ഉണ്ടാവില്ല, എന്തേലും ഉണ്ടെങ്കിലേ ഞാൻ എടുത്ത് പ്രയോഗിച്ച പൂഴിക്കടനെ എടുത്ത് പ്രയോഗിച്ചേക്ക്. കാവേരി മെസ്സേജ് ഇട്ടു. ഓക്കെ ബൈ. ശ്രീമയി റിപ്ലൈ കൊടുത്തു. നെറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ ബാഗിലേക്ക് വെച്ചു. ഒന്നും പറഞ്ഞില്ലല്ലോ, പേടിയാണോ ഒന്ന്? ശ്രീമയി അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ പുറത്തേക്ക് നോട്ടം വായിച്ചു. ബാംഗ്ലൂർ രാത്രി കാണാനാ ഭംഗി, അവൾ ഉള്ളിൽ പറഞ്ഞു. ബസ് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വിഷ്ണു മുരളി, വിച്ചു എന്ന് വിളിക്കും. ശബ്ദം കേട്ട് പുറത്തെ നോട്ടത്തിൽ നിന്നും മെല്ലെ മുഖം തിരിച്ച് ശ്രീമയി അവനെ നോക്കി. അതിന് കൂസലില്ലാതെയുള്ള തന്റെ മറുപടിയിൽ ശ്രീമയി തന്നെ ഒന്ന് അമ്പരുന്നു. അതിനൊന്നുമില്ല, വിച്ചു എന്നെല്ലാവരും വിളിക്കും. ആ വിളിച്ചോട്ടെ. ശ്രീമയുടെ മറുപടി വിച്ചുവിന്റെ ഉത്തരം മുട്ടിച്ചു. ജാട പിശാശി, നീ പോടി കോപ്പെ പുല്ല്. വിച്ചു സീറ്റിൽ ഒന്നുകൂടെ ശക്തിയിൽ അമർന്നിരുന്നു. സീറ്റ് ഒന്ന് കുലുങ്ങി. എന്തേ, വിൻഡോ സീറ്റ് വേണോ? ശ്രീമയി തലയിരിച്ച് വിച്ചുവിനെ നോക്കി. എനിക്കൊന്നും വേണ്ട. വിച്ചു കീറി കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോട്ടം വായിച്ചു. വേണമെന്ന് പറഞ്ഞാലും തരില്ല, ശ്രീമയി മെല്ലെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ. വിച്ചു മുഖം തിരിച്ച് സീറ്റിലേക്ക് ചാരി. ബസ് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. മടിവാളയെത്തിയപ്പോൾ ബസ് നിർത്തി. കുറച്ചാളുകൾ കൂടി കയറി. ശ്രീമയി ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തു. നെറ്റ് ഓൺ ചെയ്തു. എങ്ങനെയുണ്ട് ചെക്കൻ, പണി തുടങ്ങിയോ? ജാൻസിയുടെ മെസ്സേജ്. ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് വല്ലതും ചൊറിയാൻ വന്നാലേ ചുക്കാ മണിക്കൊറ്റ ചവിട്ടാൻ കൊടുത്തേക്ക്. എന്നിട്ട് അയ്യോ എന്ന് അലറി കരഞ്ഞേക്കണം. ബാക്കിയുള്ള ബസ്സിലുള്ളവർ നോക്കിക്കോളും. കാവേരി മെസ്സേജ് ചെയ്തു. കോഴി സ്വഭാവ. ശ്രീമയി റിപ്ലൈ കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞു. അപ്പുറന്ന് റിപ്ലൈ ഇല്ല. കറണ്ട് പോയി കാണും. വൈഫൈ കട്ടായിട്ടുണ്ടാവും രണ്ടിൻ്റെ. ഹോസ്റ്റൽ റൂമിൽ നെറ്റ് കവറേജ് ഇല്ലാത്തതിന് ശ്രീമയി സ്വയം പറഞ്ഞു. ബസ്സിൻ്റെ സീറ്റിലെല്ലാം ആളായി. ബസ് മുന്നോട്ട് നീങ്ങി തുടങ്ങി. എന്നാലും അച്ഛൻ എന്തിനാ എന്നോട് ഇന്ന് തന്നെ കയറി വരാൻ പറഞ്ഞ്? മറ്റന്നാൾ എന്തായാലും കോളേജ് ക്രിസ്മസ് വെക്കേഷൻ അടക്കുകയാണ്. അന്ന് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വരാമെന്ന് കരുതി സന്തോഷിച്ചിരുന്ന അപ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫോൺ വിളി. ശ്രീമോളെ, കോളേജിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞ് ലീവ് വാങ്ങിയിട്ടുണ്ട്. ഹോസ്റ്റലിലും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു യാത്രയുണ്ട് മറ്റന്നാൾ. മോൾ ഇന്ന് തന്നെ വരണം കേട്ടോ. ശരി അച്ഛാ.
കൂടുതലൊന്നും പറയാൻ സമയം കിട്ടില്ല. അതിനുമുമ്പേ അപ്പുറം കോള് കട്ടായി. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടൊരു യാത്ര കൂടജാദ്രിയാണോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ബാംഗ്ലൂർ വന്ന് എന്നെ പിക്കിട്ട് പോയാൽ പോരെ? അതോ ഇനി ഡൽഹിക്ക് പോകുന്നുണ്ടോ ചേച്ചിയുടെ അടുത്ത്? ശ്രീമയുടെ ചിന്തകൾ കാട് കയറി. ബസ് ഹോസൂർ കഴിഞ്ഞ് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. നല്ല ഹോണായിരുന്നു ബസ്സിൻ്റെ. പ്രത്യേക ഈണമുണ്ടായിരുന്നു ഹോൺ അടിക്കുമ്പോൾ. ഈ സമയം ടി വിയിലേതോ തമിഴ് പടം തുടങ്ങിയിരുന്നു. ഇപ്പോഴത്തെ തമിഴ് നായകന്മാരൊന്നും അറിയില്ല. ഇവരൊക്കെ ഏതാണാവും? ഈ ചേച്ചിയെ നല്ല പരിചയമുണ്ടല്ലോ. ടി വിയിൽ രമ്യാകൃഷ്ണന്റെ മുഖം കണ്ട് ശ്രീമയി തലവെച്ച് ആലോചിച്ചു. ഓ, ബാഹുബലിയുടെ അമ്മ. ഇതിനെ കാണാൻ ഇത്രയും ഭംഗിയുണ്ടോ? 1000 ചിന്തകൾ ശ്രീമയി സ്വയം ആലോചിച്ചുകൊണ്ടേയിരുന്നു. വെള്ളമുണ്ടോ? പെട്ടെന്ന് വണ്ടി കയറിപ്പോൾ വാങ്ങാൻ മറന്നു. വീണ്ടും വിച്ചുവിന്റെ ശബ്ദം. വണ്ടി കുറെ നേരം നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ? എന്തേ വാങ്ങാൻ നേരം കിട്ടിയില്ലേ? ഒരു മായവുമില്ലായിരുന്നു ശ്രീമയുടെ ശബ്ദത്തിൽ. വിച്ചു ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. പിന്നെ മെല്ലെ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി. കുറച്ചു നേരത്തെ നിശബ്ദത. വെള്ളം വേണോ? ശ്രീമയി വെള്ളത്തിന്റെ കുപ്പി വിച്ചുവിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു. മെല്ലെ കണ്ണുകൾ തുറന്നു ഒന്നും പറയാതെ വെള്ളത്തിന്റെ കുപ്പി വാങ്ങി അടപ്പ് തുറന്ന് വേഗം വായിലേക്ക് അമിഴ്ത്തി. ഒരു കവിൾ കുടിച്ച് ആശ്വാസത്തോടെ ശ്രീമയിയെ നോക്കി. രണ്ടാളുടെയും കണ്ണുകൾ ഒരു നിമിഷം കോർത്തു. ശ്രീമയി നോട്ടം പിൻവലിച്ചു. വിച്ചു ഒരു വട്ടം കൂടി കുപ്പി വായിലേക്ക് അമിഴ്ത്തിയതും വണ്ടി ബ്രേക്ക് ഇട്ടത് ഒരുമിച്ചായിരുന്നു. കുപ്പിയിലെ വെള്ളം രണ്ടാളുടെയും ദേഹത്തേക്ക് തെറിച്ചു. ഇയാളിത് എന്താ ഈ കാണിച്ചേ? ശ്രീമയുടെ ശബ്ദം ഉയർന്നിരുന്നു. സോറി, അറിയാതെ. വിച്ചു പറഞ്ഞൊപ്പിച്ചു. ശബ്ദം കേട്ട് തൊട്ടടുത്ത സീറ്റിലിരുന്നവർ അവരെ നോക്കാൻ തുടങ്ങി. ഒരു മയത്തിലൊക്കെ മതി മോനെ, നാളെ നേരം വിളിന്നിട്ട് വണ്ടി എറണാകുളത്തുള്ളൂ. തൊട്ടുമുന്നിലെ സീറ്റിൽ നിന്ന് ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശ്രീമയി ദേഷ്യം കൊണ്ട് പറച്ചു. മയത്തിൽ ചെയ്തില്ലെങ്കിൽ നിനക്ക് വരെ കുഴപ്പമുണ്ടോടാ? ശ്രീമയുടെ ചോദ്യം കേട്ട് വിച്ചു ഒന്ന് ഞെട്ടി. എനിക്കൊരു കുഴപ്പമില്ലേ, ആ പയ്യനെ ബാക്കി വെച്ചേക്കണേ. മുന്നിൽ നിന്ന് പിന്നെയും ശബ്ദം ഉയർന്നു. ശ്രീമയി എന്തോ പറയാൻ പോയത് വിച്ചു വേഗം ശ്രീമയുടെ വായ പൊത്തി അരുതിൽ നിന്ന് കണ്ണടച്ച് കാണിച്ചു. പിന്നെ വിച്ചു പെട്ടെന്ന് കൈ പിൻവലിച്ചു. സോറി, പെട്ടെന്ന് ഒച്ച വെക്കുന്ന കണ്ടപ്പോൾ വാപ്പുത്തി പിടിച്ചതാ. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട. ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് അറിയില്ല, അതുകൊണ്ടാ. ശബ്ദം താഴ്ത്തി വിച്ചു പറഞ്ഞു. കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പുണ്യാളം ചമയല്ലേ? എന്തുപയോഗിച്ച്? വിച്ചു ഒന്ന് പതറി. നിന്നോട് ആരാണോ എൻ്റെ ദേഹത്ത് കൈവെക്കാൻ പറഞ്ഞ്? എൻ്റെ കൃഷ്ണ. വിച്ചു മെല്ലെ വിളിച്ച്. ഓ, എന്ത് തെണ്ടിത്തരം ചെയ്തിട്ട് അവസാനം കള്ളകൃഷ്ണനെ വിളിച്ചാൽ എല്ലാം തീരുമാനാവും അല്ലേ? അതെ, അറിയാതൊരു കൈയബദ്ധം പറ്റിയതാ. പ്ലീസ് നിങ്ങൾ ക്ഷമി. വിച്ചു കൈകൂപ്പി. ബസ് വീണ്ടും മുന്നോട്ട് പാഞ്ഞു. എൻ്റെ കണ്ണ, അപ്പൊ നീ എൻ്റെ കൂടെ ഉണ്ടല്ലേ? അല്ലാതെ എനിക്ക് എവിടുന്ന് ഈ ധൈര്യമൊക്കെ കിട്ടിയത്? ശ്രീമയി സ്വയം പറഞ്ഞുകൊണ്ട് നോട്ടം പുറത്തെ കാഴ്ചകളിലേക്ക് പായിച്ചു. മെല്ലെ കണ്ണുകൾ അടച്ചു. ആ ഭക്ഷണം കഴിക്കുന്നവർ കഴിക്കാം, 1/2 മണിക്കൂർ സമയമുണ്ട്. ശബ്ദം കേട്ട് ശ്രീമയി കണ്ണുകൾ തുറക്കുമ്പോൾ ബസ് എവിടെ നിർത്തിയിരുന്നു. എനിക്കൊരു 100 രൂപ വേണം. വിച്ചുവിന്റെ ശബ്ദം കേട്ട് ശ്രീമയി മുഖം ചരിച്ച് നോക്കി. എന്താ? എനിക്കൊരു 100 രൂപ വേണമെന്ന്. എനിക്ക് വിശക്കുന്നു, കയ്യിൽ പൈസ ഇല്ല. വിച്ചുവിന്റെ ശബ്ദം വല്ലാതെ നിർത്തിയിരുന്നു. ഇത്തവണ ശ്രീമയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ശ്രീമയി വിച്ചുവിനെ അടിപൊളി നോക്കി. കണ്ടാൽ ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരാളെ പോലെയൊക്കെയുണ്ട്. കുറ്റിത്താടി, വെട്ടിയൊതുക്കിയ മീശ, അല്പം ചുരുണ്ട് നീണ്ടു കിടക്കുന്ന മുടി, നെറ്റിയിൽ ചുവന്ന കുറി, കറുത്ത ഷർട്ട്, ബ്ലൂ ജീൻസ്. കാണുമ്പോൾ ഒരു ജെന്റിൽമാൻ ലുക്ക്. കളിയാക്കുന്നതാണോ? ശ്രീമയി വിച്ചുവിനെ നോക്കി സ്വയം ചോദിച്ചു. വണ്ടി ഇപ്പോൾ പോവും, എനിക്ക് വിശക്കുന്നുണ്ട്. ഒരു 100 രൂപ ഉണ്ടോ? വിച്ചുവിന്റെ ശബ്ദം ശ്രീമയുടെ കാതിൽ വീണ്ടും അലയടിച്ചു. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, എനിക്ക് നല്ല വിശപ്പുണ്ട്, ശ്രീമയി പറഞ്ഞു. ആയിക്കോട്ടെ, വരൂ. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വിച്ചു മുന്നോട്ട് നടന്നു. ശ്രീമയി വിച്ചുവിന് പുറകിലായി നടന്നു. കല്യാണം കഴിച്ചിട്ടില്ല അല്ലയോ മക്കളെ? തൊട്ടു മുന്നിലെ സീറ്റിൽ നിന്ന് വീണ്ടും അവരെ നോക്കി കളിയാക്കി ചോദിച്ചു. ഇവൻ ഇന്ന് ഞാൻ. ശ്രീമയി അയാൾക്ക് നേരെ തിരിഞ്ഞു. വേഗം വിച്ചു ശ്രീമയിയുടെ കൈകളിൽ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു. എന്നെ വിട്ടേ, അയാൾക്കിട്ട് 2 കൊടുത്തില്ല, എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആളുകൾ ശ്രദ്ധിക്കുന്നു, ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കാതെ വന്നേ ഇങ്ങോട്ട്. വിച്ചു ശ്രീമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വേഗം നടന്നു. ഇവൻ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണോ? ആൺകുട്ടികളുടെ പേര് കളയാനൊരു ജന്മം. പിന്നാലെ നടക്കുമ്പോൾ ശ്രീമയി പിറുവിറുത്തു. അതെ, എനിക്ക് കൈവേദനിക്കുന്നു, ശ്രീമയി പറഞ്ഞിട്ട് വേഗം വിച്ചു കൈവിട്ടു. ബസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി വിച്ചുവും ശ്രീമയും ചുറ്റിനും നോക്കി. വലിയൊരു ഗ്രൗണ്ടിലാണ് ബസ് നിർത്തിയിരിക്കുന്നത്. ഒരുപാട് ബസ്സുകൾ, ലോറികൾ, കാറുകൾ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ഹോട്ടലുകളുണ്ട് ചുറ്റിനും. കുറച്ചു മാറി 2 തട്ടുകടകളുണ്ടായിരുന്നു. ഒരു കടയിൽ പ്രായമായൊരു സ്ത്രീയും 10-15 പ്രായം തോന്നുന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അവരെ നോക്കി കൈകൊണ്ട് കടയിലേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. വിച്ചു അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയതും. അതെ, ശ്രീമയി മെല്ലെ വിളിച്ചു. എന്തേ? എനിക്ക് ടോയ്ലറ്റിൽ പോകണം. ആ, നീ പോയിട്ടോ, ഞാൻ അതെ ആ തട്ടുകടയിലുണ്ടാവും. ആ പെൺകുട്ടിയെയും പ്രായമായ സ്ത്രീയെ നോക്കി വിച്ചു പറഞ്ഞു. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, എനിക്ക് പേടിയുണ്ട്. അങ്ങനെ പറയല്ലേ, കണ്ടാ പറയെങ്കിലും പ്രവൃത്തിയിലോ പറയില്ല. എന്നായിരുന്നു പെർഫോമൻസ്? അതിൻ്റെ ഒരു അംശം വേണ്ട ബാത്റൂമിൽ പോയി വരാൻ. ഓ അങ്ങനെ.
ആ അങ്ങനെ തന്നെ വേണേ തന്നെ പോയി കാര്യം സാധിച്ചു വന്നാൽ മതി. നിന്റെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നോട് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി ശ്രീമയി കുറച്ച് മുന്നോട്ട് നടന്നു. പിന്നെ പെട്ടെന്ന് നിന്നു മെല്ലെ തിരിഞ്ഞു നോക്കി. ഒന്ന് വാടോ, ഇനി ചിലപ്പോൾ എനിക്ക് ബാത്റൂമിൽ കയറുമ്പോൾ എല്ലാം നടക്കും. ഞാനെങ്ങനെ ഇത്രയും നാണമില്ലാതെ അയാളോട് സംസാരിക്കുന്നെന്നുള്ള ചിന്ത അതിനോടൊപ്പം തന്നെ ശ്രീമയി സ്വയം ചോദിച്ചിരുന്നു. കുന്തം വിഴിയ പോലെ നോക്കിക്കൊന്ന് വാടോ. ശ്രീമയുടെ ശബ്ദം ഉയർന്നു. ഇനി പോയില്ലെങ്കിൽ ഇവള് ചിലപ്പോൾ എന്നെ പച്ചക്ക് തെറി വിളിക്കും. അമ്മാതിരി ഐറ്റോ, ചുമ്മാ റിസ്ക് എടുക്കണ്ട. ഉള്ളിൽ പറഞ്ഞുകൊണ്ട് വിച്ചു മുന്നോട്ട് നടന്നു. താൻ ഇങ്ങോട്ട് ഈ വാണം വിട്ട പോലെ പോണേ? ശ്രീമയി വിച്ചുവിന്റെ നടത്തം കണ്ട് ചോദിച്ചു. അപ്പൊ താനല്ലേ പറഞ്ഞു തനിക്ക് ബാത്റൂമിൽ പോണെന്ന്? അതിന് താൻ ഇതെങ്ങോട്ട് എന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു? ഹലോ, ഭവതിക്ക് പോവേണ്ട സ്ഥലത്തേ ഭംഗിയായും വെടിപ്പായി എഴുതി വെച്ചിരിക്കുന്ന അങ്ങ് കണ്ടില്ലായോ? കുറച്ച് മാറി എഴുതി വെച്ചിരിക്കുന്ന ടോയ്ലറ്റ് എന്ന ബോർഡ് ചൂണ്ടി വിച്ച് ചോദിച്ചു. അയ്യേ, അവിടെയോ? ഹോട്ടലിൽ ബാത്റൂം ഉണ്ടാവില്ലേ? ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് മാഡം. ഹോട്ടലിലുള്ള ബാത്റൂമിയുടെ സ്വപ്നങ്ങളിൽ മാത്രം. അതെന്താ? അതൊന്നും എനിക്കറിയില്ല. ഇവിടെയുള്ള ഹോട്ടലിൽ ബാത്റൂം ഇല്ല, അതെനിക്കറിയാം. ഭവതിക്ക് വേണേൽ അകത്ത് പോയി കാര്യം സാധിച്ചു വരാം. അടീനിവിടെ കാവൽ നിൽക്കാം. ഓ ആയിക്കോട്ടെ തമ്പ്ര, നോൻ പോയി ഇപ്പോൾ വരാം. എവിടെയും പോയി കളയരുത്. ഒന്ന് പോയേച്ചും വാ, എനിക്ക് വിശന്നിട്ട് വയ്യ. വിച്ചു വയറിൽ തടവിക്കൊണ്ട് പറഞ്ഞു. മൂളിക്കൊണ്ട് ശ്രീമയി മുന്നോട്ട് നടന്നു. ഈ സമയം വിച്ചുവിൻ്റെ മൊബൈൽ റിങ് ചെയ്തു. അമ്മേ, വിച്ചു കോൾ അറ്റൻഡ് ചെയ്തു. അമ്മ കണ്ടില്ലടാ കോള്, അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. മൊബൈൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടയിൽ വെച്ച് മറന്നു. എന്തേ വിളിച്ചേ? ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയ പേഴ്സ് എടുക്കാൻ മറന്നു. അക്കൗണ്ടിലാണെങ്കിൽ പൈസ ഇല്ല. അപ്പം ഇന്നലെ ഇട്ടെന്ന പൈസയ്ക്ക് എവിടെ പോയി? നീരജിൻ്റെ അമ്മക്ക് വീണ്ടും വയ്യായി കൂടി ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ. ഓ, അപ്പോൾ പേഴ്സ് മറന്നല്ല. ATM ഉണ്ടോ നിന്റെ കയ്യിൽ? ഇല്ല. പിന്നെ എന്താ കാര്യം? എനിക്ക് വിശക്കുന്നു. അതിനിപ്പോൾ നിനക്കെങ്ങനെ പൈസ എടുക്കാൻ പറ്റുക? നോക്ക്, ഒരു 2000 ഇട്ടിട്ടുണ്ട്. ദേ ഇതും കൂടി ഈ മാസം 20ആയി. റൗണ്ടാക്കിയിട്ടാണ് 2000 ഇട്ടത്. സാലറി കിട്ടുമ്പോൾ എനിക്ക് പലിശ കൂടി ഇട്ട് തന്നേക്കണം. അമ്മ പലിശ ഒരുപാടായി എൻ്റെത് വാങ്ങിക്കുന്നു. കുഴപ്പമില്ല, മോൻ്റെ കയ്യിൽ നിന്നല്ലേ. അല്ല, ഇപ്പം എവിടെ എത്തി? നാളെ വെളുപ്പിനെ എത്തുമോ? ഇപ്പോൾ സേലാണെന്ന് തോന്നുന്നു. അല്പം ഉള്ളിലേക്ക് കയറിയാണ്. വെളുപ്പിനെ എത്തും. അമ്മ ഉണ്ടാവും അവിടെ? ടൈം ഷാർപ്പാണ്. ഞാനല്ലേ വെളുപ്പിനെ വെറുതെ എഴുന്നേറ്റിൻ്റെ ഉറക്കം കളയണം. ടൈം അറിയാൻ ഞാൻ മെസ്സേജ് ചെയ്യാം. ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ പുലർച്ചെ ആയതുകൊണ്ട്? പിന്നെ ഇതിപ്പോൾ ശീലമായില്ലേ. ഇതൊന്നും ഈ പാതിരാത്രി അമ്പലത്തിൽ വന്നിട്ട് കുറേ ആയി. മൊബൈൽ ഇപ്പോഴാണ് മാമൻ കൊണ്ടുവന്ന് തന്നത്. നിന്റെ 4 കോളുകൾ കണ്ട് തിരിച്ചു വിളിച്ചതാണ്. എന്തായാലും നല്ല നേരത്തെ വിളിച്ച്. ഞാൻ പോയി ഇന്നലെ കഴിക്കട്ടെ. ശരിടാ, ഞാൻ സ്റ്റോപ്പിലുണ്ടാവും. ഷാർപ്പ് ടൈമേ. ഓക്കെ അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, മിസ് യു. വിച്ചു കോള് കട്ട് ചെയ്തു. ഇവള് പോയിട്ട് കുറച്ചായല്ലോ, കാണുന്നില്ലല്ലോ. ഓ, വരുന്നുണ്ട്. ബോറടിച്ചോ? വന്നു ശ്രീമയി ചോദിച്ചു. ഏയ്, നല്ല നേരം പോക്കല്ലേ ബാത്റൂമിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കല്. കളിയാക്കുന്ന രീതിയിൽ വിച്ചു മറുപടി കൊടുത്തു. വിഷ്ണു മുരളിക്ക് വിശക്കുന്നില്ലേ? വിച്ചു അങ്ങനെ വിളിച്ചാൽ മതി. ഇല്ല, വിളിക്കില്ല. തനിക്ക് ഗൂഗിൾ പേ ഉണ്ടോ? വിച്ചു ചോദിച്ചു. ഉണ്ടെങ്കിൽ ഞാനൊരു 500 രൂപ തരാം. എനിക്ക് ക്യാഷായിട്ട് തന്നാൽ മതി. ഹലോ, ഞാൻ ATM അല്ല. അതറിയാം. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പേഴ്സ് എടുക്കാൻ മറന്നു. ഇപ്പം അമ്മ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നു. ഇവിടെയാണെങ്കിൽ ATM ഒന്നുമില്ല. മാത്രമല്ല ആ തട്ടുകടയിൽ ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവാനും വഴിയില്ല. ഇത്രയും നല്ല ഹോട്ടൽ ഇവിടെ ഉണ്ടല്ലോ, എന്തിനാ ആ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നേ? എടോ, ആ കുടുംബത്തിനൊരു സഹായം ആയിക്കോട്ടെ. ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത്രയുള്ളൊരു മകളെ ഈ രാത്രിയിൽ ഇങ്ങനെ കടയിൽ നിർത്തി. പാതിയിൽ നിർത്തിവെച്ച് ശ്രീമയെ നോക്കി. GPay ചെയ്തോളൂ. ശ്രീമയി വിച്ചുവിനെ നോക്കി പറഞ്ഞു. മൊബൈൽ നമ്പർ? ആഹാ, താൻ ആളുകൊള്ളാലോ. ഇല്ലാത്തൊരു കഥയുണ്ടാക്കി എൻ്റെ മൊബൈൽ നമ്പർ കൂടി വാങ്ങാൻ കണ്ടെത്തിയ ഐഡിയ കൊള്ളാം. പിന്നെ അതിന് എനിക്കെന്തിനാ നിന്റെ നമ്പർ? ക്യാഷ് ഇട്ട് ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയും. ആ, വിശ്വസിച്ച്. അതും പറഞ്ഞ് ശ്രീമയി മൊബൈൽ നമ്പർ കൊടുത്തു. വിച്ചു 500 രൂപ ട്രാൻസ്ഫർ ചെയ്തു. 5 100ൻ്റെ നോട്ട് ശ്രീമയി വിച്ചുവിന് നൽകി. എന്തേ, നമ്പർ ഡിലീറ്റ് ചെയ്യുന്നില്ലേ? ഇല്ല. അടിപൊളി, എനിക്കറിയാം താൻ ഇങ്ങനെ ചെയ്യൂന്ന്. താൻ വരുന്നുണ്ട്, വാ, എനിക്ക് വിശക്കുന്നു. ഈ നമ്പർ പുതിയ ഐഡിയ ആണല്ലേ ഇപ്പോൾ? അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അല്ല, മുന്നേയൊക്കെ വാട്സാപ്പ് നമ്പറായിരുന്ന ആളുകൾ ചോദിച്ചിരുന്നു. ഇതിപ്പോൾ പെരുവഴി പെട്ടുപോയ ഒരാളുടെ ദയനീയത കണ്ട്. ഇയാൾ പേടിക്കണ്ടിടൂ, ഞാൻ ശല്യം ചെയ്യില്ല. പക്ഷെ നമ്പർ ഡിലീറ്റ് ചെയ്യുന്നില്ല, ചുമ്മാ ഒരു രസം. ഹലോ, ഇയാളല്ല, ശ്രീമയി. വേണേ മായാന്ന് വിളിക്കാം, അല്ലെങ്കിൽ ശ്രീന്ന് വിളിക്കാം. ഇല്ല, ശ്രീമയി അങ്ങനെ വിളിക്കും. ചേച്ചി 2 ദോശ. കടയിലെ ചേച്ചി നോക്കി വിച്ചു പറഞ്ഞു. 2 ദോശ എനിക്കും, ശ്രീമയും പറഞ്ഞു. ചേച്ചി ഒരു കട്ടൻ കൂടി. ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ വിച്ചു വിളിച്ചു പറഞ്ഞു. എത്രയായി? കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്ന് വിച്ചു ചോദിച്ചു. 60 രൂപ. ഇത്തവണ മറുപടി ആ പെൺകുട്ടിയുടെ ആയിരുന്നു. വിച്ച് 100 രൂപ എടുത്ത് ആ കുട്ടിയുടെ നേർക്ക് നീട്ടി. ചേട്ടാ, ഗൂഗിൾ പേ ഉണ്ടോ? ആ പെൺകുട്ടി ചോദിച്ചു കേട്ട് വിച്ചുവും ശ്രീമയും ഞെട്ടി. ചെലവിൻ്റെ പൈസ കയ്യിൽ വന്നാൽ പിന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ചെയ്യാൻ നോക്കും പരമാവധി ആളുകളിൽ നിന്നും.
ഈ ഏരിയ ഇത്തിരി മോശം. പെട്ടിയിൽ പൈസ ഉണ്ട ചില ദുഷ്ടന്മാരെ വന്ന് പിടിച്ചു പറിച്ച് എടുത്തോണ്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞതായാലും ട്രാൻസ്ഫർ എല്ലാം ഇങ്ങനെയാണ്. ഡിജിറ്റൽ ഇന്ത്യ. പുഞ്ചിരിയോട് ആ പെൺകുട്ടി പറഞ്ഞു കേട്ട് ഇരുവരും വാപൊളിച്ച് നിന്നുപോയി. മോളെ എത്രയിലാ പഠിക്കുന്നേ? ശ്രീമയി ചോദിച്ചു. 10 കഴിഞ്ഞ്. എല്ലാ വിഷയത്തിലും A+ ഉണ്ട് കേട്ടോ. ഇത്തവണ മറുപടി ആ ചേച്ചിയുടെ ആയിരുന്നു. ആഹാ മിടുക്കി. എന്താ പേര്? വിച്ച് ചോദിച്ചു. ശ്രീമയി. അവൾ മറുപടി പറഞ്ഞു. എൻ്റെ പേരാണല്ലോ. ആണോ? ചേച്ചിയുടെ പേരാണോ? മോൾക്ക് ആരാവൻ ആഗ്രഹം? ശ്രീമയി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനൊരു കളക്ടറാവും ചേച്ചി. ആ മറുപടിയിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു, അടങ്ങാത്ത ആവേശവും. ഈ സമയം ബസ് ഹോൺ നീട്ടി മുഴക്കി. മോളെ നമ്പർ വേഗം പറ, വിച്ചു പറഞ്ഞു. അവൾ നമ്പർ പറഞ്ഞു. വിച്ചു പൈസ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ശരി മോളെ, ചേച്ചി ഇനി കാണാട്ടോ. അതും പറഞ്ഞ് ഇരുവരും ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു. ശ്രീമയി അമ്മയും അവരുടെ ജോലികളിൽ മുഴുകി. നല്ല ഉറക്കത്തിലെപ്പോഴോ ശ്രീമയിയുടെ മൊബൈൽ തുടർച്ചയായിട്ട് റിങ് ചെയ്യുന്ന കേട്ട് വിച്ചു മെല്ലെ കണ്ണുകൾ തുറന്നു. ഡോ, ശ്രീമയെ മെല്ലെ തട്ടി വിളിച്ചു വിച്ചു. ഉറക്കച്ചടവോടെ ശ്രീമയി കണ്ണുകൾ തുറന്ന് വിച്ചുവിനെ നോക്കി. മൊബൈൽ കുറേ നേരമായിട്ട് റിങ് ചെയ്യുന്നു. ആണോ? ശ്രീമയി വേഗം ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. അച്ഛനാണല്ലോ, എന്താവും ഈ അസമയത്ത്? ശ്രീമയി വേഗം തിരിച്ചു വിളിച്ചു. അപ്പുറത്ത് പരിധിക്ക് പുറത്തേന്ന് മറുപടി വന്നു. ശ്രീമയിയുടെ ഉള്ളു പിടച്ച്. എന്തേ? വിച്ച് ചോദിച്ചു. ഒന്നുമില്ല. നേരത്തെ ശബ്ദത്തിൽ ശ്രീമയി മറുപടി കൊടുത്തു. പലവട്ടം വിളിച്ചു. നോട്ട് റീച്ചബിൾ, സ്വിച്ച് ഓഫ് മറുപടി മാത്രം. എന്താണോ? ആരെ വിളിച്ച്? വിച്ച് ചോദിച്ചു. അച്ഛൻ, പക്ഷെ തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ റേഞ്ച് പോയി കാണും, അതാവും. വിച്ചു പറഞ്ഞു തരും മുമ്പേ വീണ്ടും ഫോൺ റിങ് ചെയ്തു. ശ്രീമയി കോള് ചാടിയെടുത്തു. അച്ഛാ, എപ്പോ? എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ? ഞാൻ ഒറ്റക്കോ? ഇല്ല, മറ്റന്നാ. ശ്രീമയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് വിച്ചു ശ്രീമയുടെ എന്താ കാര്യം കണ്ണോട് ചോദിച്ചു. കൈ മെല്ലെ വിച്ചുവിനെ നേർക്കുയർത്തി ഇപ്പോൾ പറയാമെന്നുള്ള ആംഗ്യം കാണിച്ചു. കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം ശ്രീമയി കോൾ കട്ട് ചെയ്ത് മെല്ലെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. മായി. എന്തേ? ശ്രീമയി മെല്ലെ കണ്ണുകൾ തുറന്ന് വിച്ചുവിനെ നോക്കി, ഒരാശ്വാസം പോലെ. എവിടെ ഇറങ്ങുന്നു? ശ്രീമയി ചോദിച്ചു കേട്ട് വിച്ചു തലയിരിച്ച് നോക്കി. അഗ്രഹാര. താനോ? വിച്ചുവിൻ്റെ ചോദ്യത്തിന് ശ്രീമയി മറുപടി അറിയാൻ നോട്ടം മാറ്റി. എപ്പോൾ എത്തും അഗ്രഹാര? ശ്രീമയി ചോദിച്ചു. പുലർച്ചെ എത്തും, 4-5 അതിനുള്ളിൽ. അത്രയും നേരത്തെ എത്തുമോ? ശബ്ദത്തിൽ അല്പം നിരാശ നിലവിച്ചിരുന്നു ശ്രീമയിക്ക്. തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. കൂടുതലൊന്നും ചോദിക്കാതെ വിച്ചു സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച്. ഹലോ, സ്ഥലത്തറയും തോന്നുന്നു. ശ്രീമയി മേലെ തട്ടി വിളിക്കുന്ന കേട്ടുകൊണ്ടാണ് വിച്ചു കണ്ണുകൾ തുറന്ന്. ബസ് നിർത്തിയിട്ടുണ്ട്. ആളുകൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വിച്ചു വാച്ചിൽ സമയം നോക്കി. 4:40. ഇടശ്ശേരി ആയിട്ടേ ഉള്ളൂ. എനിക്ക് അഗ്രഹാരയാണ് ഇറങ്ങേണ്ടത്. തനിക്കോ? അഗ്രഹാര. ആരുണ്ടോ പിക്ക് ചെയ്യാൻ? ആരെങ്കിലും ഉണ്ടാവും. ഒഴുക്കമട്ടിയുള്ള മറുപടിയായിരുന്നു ശ്രീമയുടെ. തനിക്ക് എവിടെയാണ് പോവേണ്ടത്? എന്തിനാ അറിഞ്ഞിട്ട്? എടുത്തടിച്ച പോലെയുള്ള ശ്രീമയുടെ മറുപടി കേട്ട് വിച്ചു ഒന്ന് ഞെട്ടി. ഇവൾക്ക് വട്ടുണ്ടോ? വിച്ചുവിന് അങ്ങനെ തോന്നൽ വരാതിരുന്നില്ല. ബസ് വീണ്ടും മുന്നോട്ട് നീങ്ങി തുടങ്ങി. ശ്രീമയി എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോട്ടം പായിച്ചുകൊണ്ടിരുന്നു. സമയം 5 കഴിഞ്ഞെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം പുലർച്ചെ തടസ്സം നിൽക്കുന്ന പോലെ തോന്നി ശ്രീമയിക്ക്. ഇറങ്ങുന്നില്ലേ? ബർത്തിൽ നിന്ന് തന്റെ ബാഗ് എടുത്ത് തോളിലിട്ടുകൊണ്ട് വിച്ച് ചോദിച്ചു കേട്ടാണ് ശ്രീമയി ഓർമ്മയിൽ നിന്ന് ഞെട്ടിയുണർന്ന് വേഗം ചാടി എഴുന്നേറ്റു. ഒന്നുകൂടെ പുറത്തേക്ക് നോക്കി. പിന്നെ തന്റെ ബാഗും എടുത്ത് വിച്ചുവിന് പുറകെ ഇറങ്ങി. ഡാ, നീട്ടിയുള്ള അവളുടെ വിളി കേട്ട് വിച്ച് തിരിഞ്ഞു നോക്കി. ഹലോ മാഡം, സുപ്രഭാതം കേട്ടോ. കിട്ടി ബോധിച്ചു. എങ്ങനെയുണ്ടായത് യാത്ര? മാലിനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയുടെ ഉറക്കം പോയി അല്ലേ? ബാഗ് ഒന്നുകൂടെ തോളിലേക്ക് വലിച്ചേറ്റിക്കൊണ്ട് വിച്ചു പറഞ്ഞു. ഇതിപ്പോൾ മാസത്തിൽ 2 വട്ടം ഉള്ളതല്ലേ. ഇന്ന് ഞാൻ കിച്ചണിൽ കയറില്ല. വിശന്നാ നീ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോണം. ഞാൻ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. മാലിനി പറഞ്ഞു കേട്ട് വിച്ചു ചിരിച്ചു. അപ്പോൾ താനെങ്ങനെ പോകും? ആരും വന്നിട്ടില്ലല്ലോ. വിച്ചു ശ്രീമയെ നോക്കി ചോദിച്ചു. കുഴപ്പമില്ല, ബസ്സുണ്ടാവും തോന്നുന്നു. ശ്രീമയി മറുപടി പറഞ്ഞു. അമ്മേ, ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ശ്രീമയി. വിച്ചു മാലിനിയെ പരിചയപ്പെടുത്തി. എൻ്റെ അമ്മയാ. വിച്ചു ശ്രീമയെ നോക്കി പറഞ്ഞു. ശ്രീമയി മാലിനിയെ നോക്കി ചിരിച്ചു. എവിടെ മോൾക്ക് പോവേണ്ടേ? പെരിയാർമേട്. ഓ, അത്രയും ദൂരം പോകണോ? അല്ല, എങ്ങനെ അങ്ങോട്ട് പോകും? അവിടെ ഇന്നലെ ഉരുൾപൊട്ടൽ മൂലം ആ പ്രദേശം മുഴുവൻ ഒറ്റപ്പെട്ട് ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടല്ലോ. മാത്രമല്ല അങ്ങോട്ടേക്കുള്ള യാത്രകൾ സർക്കാർ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് ഇന്നലെ രാത്രി തന്നെ ഇറക്കിയിരുന്നല്ലോ. മാലിനി പറഞ്ഞിട്ട് വിച്ചു ഒന്ന് ഞെട്ടി. അപ്പോൾ അതായിരുന്നു കാരണമല്ലേ? വിച്ചു ശ്രീമയെ നോക്കി സ്വയം ചോദിച്ചു. അച്ഛൻ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു വിവരം അറിയാൻ കഴിയുന്നില്ല. ശ്രീമയി മാലിനിയെ നോക്കി പറഞ്ഞു. ആളാപായൊന്നും ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനിന്ന് വെളുപ്പിനൂടെ ന്യൂസ് നോക്കിയിട്ടാണ് വന്നത്. പക്ഷേ പുറം ലോകമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല.
അച്ഛൻ പറഞ്ഞു. ഇന്നലെ പിന്നെ ഒരുപാട് വട്ടം രാത്രി ഞാൻ ട്രൈ ചെയ്തു, കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി എന്തു ചെയ്യും? ഇത്തവണ ചോദ്യം വിച്ചുവിൻ്റെ ആയിരുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, അതിൽ വിളിച്ച് കാര്യം പറയാം. അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണം. ഇവിടെ എവിടെ അടുത്ത പോലീസ് സ്റ്റേഷൻ? ശ്രീമായി ചോദിച്ചു. വരൂ, ഞങ്ങളവിടെ വിടാം, മാലിനി പറഞ്ഞു. ഏയ് വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. മോള് വായോ നീ, ഒറ്റയ്ക്ക് വെളുപ്പിന് ഇങ്ങനെ ഒരു യാത്ര വേണ്ട, ഞങ്ങൾ കൊണ്ടുവിടാം. വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടേക്ക്. വിച്ചുവിനെ നോക്കി മാലിനി പറഞ്ഞു. വിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കയറ്. പുറകിലെ ഡോർ നിർത്തുകൊണ്ട് മാലിനി ശ്രീമയി നോക്കി പറഞ്ഞു. ശ്രീമയി ഒന്നും മടിച്ചു. പേടിക്കണ്ടെന്നേ, ഒറ്റക്കാക്കി പോയിന്ന് എനിക്ക് തോന്നാതിരിക്കാൻ വേണ്ടി. ഇന്നത്തെ കാലമല്ലേ, കുറച്ച് കഴിഞ്ഞ് മോശം വാർത്തകൾ അറിയരുതല്ലോ, അതാ. പിന്നെ പെണ്ണായി പിറന്നും പോയില്ല നമ്മൾ. ഏയ് അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. സാഹചര്യങ്ങളോട് എനിക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയാറുണ്ട്. പെണ്ണായി പിറന്നത് ഞാൻ അഭിമാനമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം. അകത്തേക്കയറി സീറ്റിൽ നിന്നുകൊണ്ട് ശ്രീമയി പറഞ്ഞു. മാലിനിയുടെ ചുണ്ടിൽ നേരത്തെ പുഞ്ചിരി വിടർന്നു. ഒന്ന് ചിരിഞ്ഞ് വിച്ചുവിനെ നോക്കി ഒന്നുകൂടെ ചിരിച്ചു. ഒരുപാട് ദൂരമുണ്ട് സ്റ്റേഷനിലേക്ക്? ഏയ് ഇല്ല. വീട്ടിലാരൊക്കെയുണ്ട് ശ്രീമയ്ക്ക്? മാലിനി ചോദിച്ചു. അച്ഛനും അമ്മയും ചേച്ചിയും. അച്ഛനെന്താ കൃഷിയാണോ? അവിടെ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാ കേട്ടോ. കുടിയേറ്റ കർഷകരാ അച്ഛൻ്റെ പൂർവികർ. അത് അച്ഛനും പിന്തുടർന്നു പോയിരുന്നു. എന്നിട്ടൊരു സാമ്യമില്ലല്ലോ ഭാഷക്ക്? ചിരിച്ചുകൊണ്ട് മാലിനി ചോദിച്ചു. ഭാഷ പൊതുവെ ഇങ്ങനെ തന്നെയാണ്, വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. ചേച്ചി എന്താ ചെയ്യുന്നത്? നേഴ്സാണ്, ഡൽഹിയിൽ സെറ്റിൽഡാ. ചേച്ചി ഒരു മോനും, പിന്നെ ആളുടെ ഹസ്. ശ്രീമയി എന്താ വർക്ക് ചെയ്യാണോ? അല്ല, പഠിക്കുക, BSc നേഴ്സിംഗ്. ഫസ്റ്റ് ഇയർ ആണോ? അഡ്മിഷൻ കിട്ടി, 2 മാസമായുള്ള ക്ലാസ് തുടങ്ങിയിട്ട്. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിരുന്നല്ലോ, അടുത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയത്ത കാര്യമില്ല. ചേച്ചിയുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു, ബന്ധുക്കൾ അതോടെ എല്ലാവരും അകന്നു. ഞങ്ങളും അങ്ങോട്ട് പോവാറില്ല. മോളെന്തായാലും സ്റ്റേഷനിലൊന്ന് റിപ്പോർട്ട് ചെയ്യും, അവർ ഏതെങ്കിലും ഷെൽട്ടർ റെഡിയാക്കി തരുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിൽ നോക്കാം. ഇവിടെ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട്, പക്ഷെ അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹോസ്റ്റലിൽ നമ്പർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വാ, നമുക്ക് പോയി റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. കാർ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് വിച്ചു പുറത്തേക്ക് നടന്നു. മാലിനിയും ശ്രീമയും പുറകെ നടന്നു. ഇൻസ്പെക്ടർ ഇല്ലേ? വിച്ചു സ്റ്റേഷൻ മുമ്പിൽ പാറാവുന്ന പോലീസുകാരനോട് ചോദിച്ചു. ഇല്ല, പരാതി എന്തിലാണ് ഉള്ളി പറഞ്ഞാൽ മതി. ആ പോലീസുകാരെ ഉള്ളിലേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴേക്കൊരു വനിതാ കോൺസ്റ്റബിൾ പുറത്തേക്ക് വന്നു. അവരെ അടിമുടി നോക്കി. എന്തേ? നോട്ടത്തിലെ ഭാവം ശബ്ദത്തിലുണ്ടായിരുന്നില്ല, സൗമ്യമായിരുന്നു ശബ്ദം. ഈ കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാ, പെരിയാർമേടാണ് വീട്. അറിയാലോ അവിടുത്തെ അവസ്ഥ. ഈ കുട്ടിക്ക് ഹെൽപ്പ് വേണം, ഡീറ്റെയിൽസ് വേണം, എവിടുന്ന് വരുന്ന എവിടെയാണ് പോവേണ്ടത്, എല്ലാം കൃത്യമായിട്ട് എഴുതി തന്നേക്കും. നമുക്ക് മാർഗം ഉണ്ടാക്കാം. പേപ്പറും പേന അവിടെയുണ്ട്. പരാതി എഴുതാനുള്ള സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺസ്റ്റബിൾ അകത്തേക്ക് പോയി. ഇനി വേണേൽ നിങ്ങൾ പോയിക്കോളൂ കേട്ടോ, ഇനിയിപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ. ശ്രീമയി മാലിനിയും വിച്ചുവിനെയും നോക്കി പറഞ്ഞു. ചെന്നിട്ട് ഉറങ്ങാനായിരുന്നു പ്ലാൻ, അത് ഇച്ചിരി ലേറ്റായാലും നടക്കും. മാലിനി ശ്രീമയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇൻസ്പെക്ടർ എപ്പോഴാണ് വരിക? പരാതി എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്രീമയുടെ അടുത്ത് നിന്ന് മുന്നോട്ട് വന്ന് വിച്ചു പാറാവുകാരനോട് ചോദിച്ചു. ഇന്ന് ചിലപ്പോൾ നേരത്തെ വരും, സമയം 6 ആവുള്ളൂ, ചിലപ്പോൾ 7 മണിക്കുള്ളിൽ വരും. മാത്രമല്ല, അരുന്ധതി മാഡം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യം. അതെ, നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന്? അരുന്ധതി പുറത്തു വന്ന് അവരോട് ചോദിച്ചു. അതെ. പരാതി എഴുതുന്ന നിർത്തി തലയുയർത്തിക്കൊണ്ട് ശ്രീമയി പറഞ്ഞു. നിങ്ങളുടെ ടിക്കറ്റ് വേണം. ഏത് ടിക്കറ്റ്? നെറ്റി വിളിച്ചുകൊണ്ട് വിച്ച് ചോദിച്ചു. ബസ്സിൽ യാത്ര ചെയ്ത ടിക്കറ്റ്. ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മൊബൈലിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത് വിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ നിന്ന് വാട്സാപ്പ് ചെയ്തേക്ക്. അരുന്ധതി വിച്ചുവിന് നമ്പർ പറഞ്ഞു കൊടുത്തു. തൻ്റെയോ? ശ്രീമയി നോക്കി അരുന്ധതി ചോദിച്ചു. ഞാനും അങ്ങനെ തന്നെയാണ് ബുക്ക് ചെയ്ത്. താൻ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്തേക്ക്. പരാതി എഴുതി ശ്രീമയി അരുന്ധതിയെ ഏൽപ്പിച്ച് തിരിയും മുമ്പ് സ്റ്റേഷൻ മുമ്പിൽ പോലീസ് ജീപ്പ് വന്നിരുന്നു. അതിൽ നിന്ന് ഇൻസ്പെക്ടർ യൂണിഫോമിലൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. വെട്ടിയൊതുക്കിയ മീശയും ഷേവ് ചെയ്ത മുഖവും താഴ്ത്തി വെട്ടിയ മുടിയും ഇരുനിറം, കാണാനൊരു ജെന്റിൽമാൻ ലുക്ക്. സബ് ഇൻസ്പെക്ടർ വരുൺ കാളിദാസൻ. ജീപ്പിൽ നിന്നും തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വരുൺ മുന്നോട്ട് വന്നു. പാറാവുകാരനും സ്റ്റേഷനിലെ മറ്റു പോലീസുകാരൻ സല്യൂട്ട് ചെയ്തു. വലത് കൈ മെല്ലെ ഉയർത്തി അവരുടെ സല്യൂട്ടിന് മറുപടി കൊടുത്തുകൊണ്ട് വരുൺ മുന്നോട്ട് നടന്നു. ഇവരാണോ? ശ്രീമയെ നോക്കി വരുൺ ചോദിച്ചു. യെസ് സർ, അരുന്ധതി മറുപടി കൊടുത്തു. ക്യാബിനിലേക്ക് വരാൻ പറയൂ. അതും പറഞ്ഞ് വരുൺ ക്യാബിനിലേക്ക് നടന്നു. വരൂ. അരുന്ധതി ശ്രീമയെ വിളിച്ചു. ശ്രീമയി മുന്നോട്ട് നടന്നു. പുറകെ മാലിനിയും വിച്ചു. ഇതിലാരാ? ശ്രീമയി ശശിധരൻ. മൊബൈലിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് വരുൺ മുഖമുയർത്തി ചോദിച്ചു. ഞാനാ. അപ്പോൾ ഇവരോ? ഇത് വിഷ്ണു മുരളി, എൻ്റെ കൂടെ ബാംഗ്ലൂർ മുതൽ അടുത്ത സീറ്റിലുണ്ടായിരുന്നു. ഇത് വിഷ്ണുവിൻ്റെ അമ്മ മാലിനി. വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വന്നതാ. പെരിയാർമേട് പോകേണ്ട ആളെന്തിനാ ശ്രീപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത്? ശ്രീപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങിയതോ ആഗ്രഹാരയിലും? വരുണിൻ്റെ ശബ്ദത്തിൽ അല്പം പരിഹാസം ഉണ്ടായിരുന്നു. ശ്രീമയി അത് കണ്ടില്ലെന്ന് അടിച്ചു. പെട്ടെന്ന് വരണമെന്ന് വീട്ടിൽ നിന്ന് വിളി വന്നു. ആദ്യം കിട്ടിയ ബസ്സിൽ ടിക്കറ്റ് എടുത്തു. അങ്ങനെയല്ലല്ലോ, ഇതിൻ്റെ തൊട്ട് പിറകിൽ തൻ്റെ നാട്ടിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നല്ലോ.
എനിക്കറിയില്ല സർ. എൻ്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുകയെന്ന് മാത്രമായിരുന്നു. അല്ല സാർ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? എനിക്കെൻ്റെ നാട്ടിലെത്താൻ ഹെൽപ്പ് ചോദിച്ചാൽ ഞാനിവിടെ വന്ന്. അറിയാലോ എൻ്റെ നാട്ടിലെ അവസ്ഥ. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു വിവരമില്ല. പുലർച്ചയിൽ എപ്പോഴും അച്ഛൻ വിളിച്ച് നാട്ടിലെ കാര്യനോട് പറഞ്ഞു കേട്ട് തകർന്നിരിക്കുക ഞാൻ. പിന്നെ എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി വരുന്ന വാർത്തകൾ കണ്ട് കയ്യും കാലം തളരും എനിക്കെൻ്റെ നാട്ടിൽ പോകണം. എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും കാണണം. ശ്രീമയുടെ ശബ്ദമുയർന്നു. രാത്രി മുഴുവൻ തന്നെ കൂടെ മതിച്ച് ആസ്വദിച്ച് നടന്നിട്ടോ അതിന്റെ ആലസ്യം മാറിയപ്പോൾ പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷൻ ഒന്ന് വീട്ടിൽ കൊണ്ട് വിടാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ നിന്റെ തന്തക്ക് സ്ത്രീധനം കിട്ടിയതെന്ന് മനസ്സിലാവേണ്ടി നിനക്ക്? വരുൺ പറഞ്ഞു നിർത്തിയത് ഓർമ്മയില്ല. തൊട്ടടുത്തിടുന്ന കസേരയെടുത്ത് ശ്രീമയി വരുണിന്റെ തല ലക്ഷ്യമാക്കി ആഞ്ഞു വീശി. ഒഴിഞ്ഞു മാറാൻ കഴിയും മുമ്പ് വരുണിന്റെ തലയിൽ കസേര ആഞ്ഞു പതിച്ചിരുന്നു. വരുൺ പിന്നിലേക്ക് തെറിച്ചു വീണു. അരുന്ധതി മറ്റൊരു വനിതാ കോൺസ്റ്റബിൾ ഓടി വന്ന് ശ്രീമയെ വട്ടം പിടിച്ചു. വേണ്ട, അവളെ വിട്. താഴ്ന്ന് എഴുന്നേറ്റ് വരുൺ അവരെ നോക്കി പറഞ്ഞു. ദേഹത്ത് പറ്റിയ പൊടി തട്ടിക്കളഞ്ഞ് കഴുത്തിൽ മേലെ വലത് കൈ കൊണ്ട് തടവി കസേരയിൽ വന്നിരുന്നുകൊണ്ട് ശ്രീമയെ നോക്കി. നീ നക്സലേറ്റാണോ? വരുണിന്റെ ചോദ്യം കേട്ട് മാലിന്യം കിച്ചുവും വിറച്ചു. പേടിയോടെ അവർ ശ്രീമയെ നോക്കി. സാറിന് അങ്ങനെ തോന്നിയോ? ഇത്തവണ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ശ്രീമയുടെ ചുണ്ടിൽ. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. ഒരാൾ ഉറക്കി എന്നെ ചീത്ത പറഞ്ഞ തളർന്നു പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള എന്നെ പോലുള്ള ഒരാളെ മാറ്റിയെടുക്കാൻ ഒരു രാത്രി കൊണ്ട് കഴിയുമായിരിക്കും. രാത്രിയിൽ ഒറ്റക്കായി പോകുന്ന പെൺകുട്ടികളുടെ മനസ്സ് എങ്ങനെയായിരിക്കുന്നു ഇന്നലെ ഒരു രാത്രി കൊണ്ട് എനിക്ക് മനസ്സിലായി. അവർക്ക് എല്ലാവരെയും സംശയമായിരിക്കും. സഹായിക്കാൻ വരുന്നവർ അവളെ ചൂഷണം ചെയ്യുന്ന അവൾ ശരിക്കും പേടിക്കും. പക്ഷെ ആ പേടി പുറത്താണിക്കാതെ കൂടെയുള്ള ഒരാളെ പഠിക്കാൻ ശ്രമിച്ചാൽ തീർന്നേ ഉള്ളൂ നമ്മുടെ ഓരോ സംശയവും. എൻ്റെ ഉള്ളിൽ ഒരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്ന് ഇന്നലെ രാത്രി വിഷ്ണുവിന് തോന്നിക്കാണില്ല, ശരിയല്ലേ? ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനെ നോക്കി ശ്രീമയി. വിഷ്ണു അമ്പരപ്പോടെ ശ്രീമയെ നോക്കി. സർ, ഇന്നലെ രാത്രി എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ അച്ഛൻ്റെ ആയിരുന്നു. നാട്ടിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എപ്പോൾ വേണേലും അവർ ഒലിച്ചു പോകാമെന്നും പറഞ്ഞു. അങ്ങനെയുള്ളൊരു നിമിഷം അനുഭവിക്കണം. കൂടെയുള്ളവർ അങ്ങകലെ പ്രാണന് വേണ്ടി കേഴുന്ന കാഴ്ചകൾ നമ്മുടെ അകക്കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ, നിലവിളികൾ അത് നമ്മുടെ ചെവിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാൻ നിന്നു പോകുന്ന അവസ്ഥ അതനുഭവിക്കണം. നമുക്കിനി ചിലപ്പോൾ നാം മാത്രമാണ് തുണ. ഒറ്റക്കായി പോകുന്നതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിമിഷങ്ങളോളം വലുതല്ല കൂടെ പോകുന്ന നാളെയുടെ പുലരികൾ. മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് പുതിയ പുലരിയിലേക്ക് നമ്മൾ നടന്നു കയറുന്ന നേരം നമ്മൾ പുതിയ ഒരാളാവുകയാണ്. ഇന്നിനെ തളരാതെ നേരിടാൻ കാത്തിരിക്കുന്ന ഒരുവൾ, പെണ്ണ്. ശ്രീമയി ഒന്ന് കിതച്ച്. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന പോലെ തോന്നിയ എല്ലാവർക്കും. വെള്ളം വേണോ? വരുൺ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ശ്രീമയുടെ തൊട്ടുമ്പിൽ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. അവിടെ മറുപടിക്ക് മുമ്പേ വരുൺ മേശപ്പുറത്തിരുന്ന വെള്ളത്തിന്റെ കുപ്പി തുറന്ന് ശ്രീമയുടെ നേർക്ക് നീട്ടി. വിശ്വാസം വരാത്ത പോലെ ശ്രീമയി വരുണിനെ നോക്കി. താനാദ്യം വെള്ളം കുടിക്കുക, ബാക്കിയൊക്കെ പിന്നെ, വരുൺ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. രണ്ട് കവിൾ കുടിച്ചുകൊണ്ട് കുപ്പി മേശമേൽ വെച്ചു. സാറേ, ഇവരെ പറഞ്ഞു വിട്ടേക്ക്. ഇവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാ. മാലിനിയെ വിച്ചുവിനെ നോക്കി പിന്നെ വരുണിനെ നോക്കി ശ്രീമയി പറഞ്ഞു. അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. കാരണം ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്റ്റേഷനിൽ കയറി സംഘം ചേർന്ന് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അങ്ങനെ അങ്ങ് പുറത്തേക്ക് വിടാൻ പറ്റുമോ? വരുൺ പറഞ്ഞിട്ട് മൂവരും ഞെട്ടി. സാറേ, പെട്ടെന്നൊരു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, സങ്കടം, ദേഷ്യം എല്ലാം കൂടി ഉണ്ടായ അമർഷം. കൈവിട്ട് പോയതാ മനസ്സ്. എന്നെ എന്തുവേണമെങ്കിലും ചെയ്തോളൂ. ദയവായിട്ട് ഇവരൊന്നും ചെയ്യരുത് പ്ലീസ്. ഇങ്ങനെ അല്ലായിരുന്നല്ലോ കുറച്ച് നിമിഷം മുന്നേ. വല്ല ഓർമ്മയുണ്ടായിരുന്നോ? വരുൺ ശ്രീമയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. എന്നെ പറ്റി അറിയില്ലല്ലേ? എൻ്റെ പേര് വരുൺ കാളിദാസൻ. ഈ യൂണിഫോം ഇട്ടിട്ട് 5 വർഷം കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അങ്ങോട്ട് തല്ലിയേ ശീലമുള്ളൂ. അത് പോലീസ് ആവുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. വഴിയിൽ നിന്ന് തല്ലു വാങ്ങി വീട്ടിൽ കയറുന്ന സ്വഭാവം എന്തോ പണ്ട് മുതലേ ഇല്ല. ചിലപ്പോൾ അത് ജനിപ്പിച്ച തന്തയുടെ ഗുണമായിരിക്കും. ശരിക്കും കാക്കിയിട്ടാൽ ഞാനൊരു പോലീസാവും. മനസ്സ് കല്ലാക്കും. പലതും കണ്ടാലും കണ്ടിൽ നിന്ന് അടിക്കേണ്ടി വരും. പ്രഷർ ഏത് വർക്കിൻ്റെ പോലെ. പോലീസുകാരനൊരു മനസ്സുണ്ട്. ശ്രീമയോട് ഞാനങ്ങനെ പെരുമാറിയതുകൊണ്ട് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ശ്രീമയെ നോക്കി വരുൺ പറഞ്ഞിട്ട് എല്ലാവരും അമ്പരം നിൽക്കുകയാണ്. ഇപ്പോഴത്തെ വാർത്തകളെല്ലാം ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പല കേസുകളിലും. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ബാംഗ്ലൂർ ആലപ്പുഴയിൽ നിന്ന് മോളെ ബസ് കയറ്റി വിട്ട അച്ഛൻ പിന്നീട് കേൾക്കുന്നു മകൾ തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ നിന്നും കഞ്ചാവും മയക്കുമരുന്നായിട്ട് പിടിയിലായി എന്നുള്ള വാർത്ത. ഞങ്ങൾ അവരുടെ വീട്ടിൽ അറിയിക്കാൻ പോയപ്പോൾ ആ വീട്ടുകാർ ഞങ്ങൾ അസഭ്യം പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ നാട്ടുകാർ ഞങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ഒടുവിൽ മൊബൈലിൽ അവരുടെ മോളുടെ ഫോട്ടോയോ അതിൻ്റെ വീഡിയോ കണ്ട നിമിഷം ആ അച്ഛനും അമ്മയും തളർന്ന് താഴെ വീണു. ഒന്ന് ഓർത്തു നോക്ക്. മകളെ ബാംഗ്ലൂർക്ക് ബസ് കയറ്റി വിടുന്നു. മകള് പിന്നീട് ഇടയിൽ എവിടെ ഇറങ്ങി വേറെ എവിടെയോ പോകുന്നു. അന്വേഷണം നടത്തിയപ്പോൾ ആ കുട്ടി ആദ്യമായിട്ടില്ല അങ്ങനെ പോകുന്നതെന്നോ പിടിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ പോലീസ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ മുകളിലോ മറ്റു ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കൊപ്പമോ ചിലപ്പോൾ അതിന് താഴെ നിന്നേ ചിന്തിക്കൂ. തൻ്റെ കേസിൽ അത് തന്നെയാണ് ഉണ്ടായത്.
തനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് തൊട്ട് പുറകിൽ ബസ്സുള്ളപ്പോൾ അതിന് പോകാതെ കുറച്ച് വളഞ്ഞൂടെ വരുന്നു. കൂടെ ഒരു ആൺകുട്ടി. പോലീസ് ബുദ്ധിയിൽ മാത്രമേ ആദ്യം ചിന്തിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ് കഴിയുന്നതിന് മുമ്പ് സാറിൻ്റെ ഭാഷ ശരിയല്ലായിരുന്നു. മാത്രമല്ല ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഫോഴ്സാണ് പോലീസ്. മറ്റെവിടെ കിട്ടുന്നതിലും സുരക്ഷ, സംരക്ഷണം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഉറച്ച് വിചാരിച്ചിരുന്നൊരിടം. അവിടെ നമ്മൾ കാത്തിരിക്കുന്ന മോശം അനുഭവമാണെങ്കിൽ പ്രതികരിച്ചു പോകും. പിന്നെ പോലീസിനെ തല്ലാൻ പാടില്ലെന്നൊരു ഭരണഘടനയും പറയുന്നില്ല. പക്ഷേ ഡ്യൂട്ടിയുള്ള പോലീസുകാരനെ തല്ലിയാൽ അത് വലിയ കുറ്റമാണെന്നും അത് പോലീസ് സ്റ്റേഷനാണെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പാണെന്ന് എനിക്കറിയാം. ശ്രീമയിയുടെ ഭാഷ ശരിയായിരുന്നോ എന്നോട് സംസാരിച്ചപ്പോൾ? ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ. പെരിയാർമേട് പോവേണ്ട ആളെന്തിനാ ശ്രീപുരത്തേക്ക് വന്നു? അതിലെന്താ തെറ്റുള്ളത്? അതെല്ലാം പോട്ടെ. കസേരയെടുത്ത് എന്നെ അടിച്ച് താഴെയിട്ട സ്റ്റേഷനിലാണ് ശ്രീമയി ഈ നിമിഷവും. എന്നിട്ടും ഞാൻ എൻ്റെ സഭ്യത മറന്നിട്ടില്ല ഇപ്പോഴും. ശരിയല്ലേ? വരുണിന്റെ ചോദ്യത്തിന് ശ്രീമയിക്ക് മറുപടിയില്ലായിരുന്നു. ഉത്തരം മുട്ടിയതുപോലെ ശ്രീമയി വരുണിനെ നോക്കി. എന്നോടൊരാൾ മോശമായിട്ട് പെരുമാറുന്നു, അതുപോലെ നമ്മൾ മോശമായിട്ട് അങ്ങോട്ട് പെരുമാറിയ അയാളും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? പിന്നെ പ്രായത്തിൻ്റെ പക്വത. തനിക്ക് ആ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്ന സങ്കടം, ദേഷ്യം, താൻ പറഞ്ഞ പോലെ ആരും ഇല്ലാതാവുന്നതെന്നറിയുന്ന നിമിഷം ചിന്തിക്കാൻ വലിയ പാടാ. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നതിനേക്കാളും വലുതല്ല മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാതെ പോകുന്ന ജീവിതത്തിൻ്റെ തിരിച്ചറിവിൻ്റെ നിമിഷങ്ങൾ. വരുൺ പറഞ്ഞു നിർത്തി. ചേച്ചി, ഞാൻ എന്ത് വേണം? എന്നെക്കാളും സർവീസ് കൂടുതലുള്ളതല്ലേ? അരുന്ധതി നോക്കി, പിന്നെ മുഖം ചിരിച്ചു. ബാലേട്ടാ, പുറത്ത് പാറാവുടിയിട്ടിട്ടുണ്ടായിരുന്ന കോൺസ്റ്റബിൾ വേഗം അകത്തേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്യണം? വരുണിന്റെ ചോദ്യം കേട്ട് ബാലൻ അരുന്ധതിയെയും വരുണിനെയും നോക്കി. തൊട്ടത് പോലീസിനെയല്ലേ സാറേ? നാളെ ഇതൊരാൾക്കും വളവിച്ചു കൊടുക്കാൻ ഇടവരരുത്. ബാലന്റെ മറുപടി കേട്ട് അരുന്ധതിയും തലവിലുക്കി. കേസ് രജിസ്റ്റർ ചെയ്തേക്ക്. വരുൺ പറഞ്ഞു കേട്ട് വിച്ചുവും മാലിന്യം ഞെട്ടി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.